ഒരുപാട് മഹത് വ്യക്തികള് ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചിട്ട് പിന്നെയും സക്സസ് ആയി വന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാർ ഏത് ബെഞ്ചിലിരുന്നാണ് പഠിച്ചതെന്ന് അറിയാൻ ഒരു കൗതുകത്തോടെ ചോദിക്കും. അങ്ങനെ ചോദിച്ചാ ഞാനും ബാക്ക് ബെഞ്ചിലും ഫ്രണ്ട് ബെഞ്ചിലും എല്ലാ ബെഞ്ചിലും ഇരുന്നിട്ടുണ്ട്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. സാർ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയാവാൻ താല്പര്യപ്പെട്ടത്? സാർ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയാവാൻ താല്പര്യപ്പെട്ടത്? നിങ്ങളെപ്പോലുള്ള ആൾക്കാരെല്ലാം കാണാനും നിങ്ങളെ പോലുള്ള മക്കളെ പിന്നെ കളിക്കാനും ചിരിക്കാനും നിങ്ങൾ അപ്പൂപ്പാന്ന് വിളിക്കുമ്പോൾ ഉള്ള രസമൊക്കെ അതൊക്കെ ഒരു രസമല്ലേ? അതുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയായത്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായിട്ട്. മഴക്കാലത്ത് കുട്ടികൾക്കെല്ലാം മഴ നനഞ്ഞ് അസുഖം വരുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താ? മഴക്കാലത്ത് വേണോ വേനൽക്കാലത്ത് വേണോ? വേനൽക്കാലത്ത് നിന്നാണ് ഞങ്ങളുടെ എല്ലാ അഭിപ്രായം. സാറ് പഠിക്കുന്ന സമയത്ത് സാറിന് ഏറ്റവും പ്രിയപ്പെട്ട വിഷയം ഏതായിരുന്നു? ഞാൻ ഹിന്ദി ആയിരുന്നു എനിക്ക്. പഴയ ബിൽഡിംഗ് തള്ളി മറിച്ചിടേ. ഇലകൾ കൊണ്ടുള്ള ചമ്മന്തി തോരനൊക്കെ ഇല്ലേ, അതെല്ലാം ഔഷധ ഇലകളാണ്. ആഴ്ചയിലേക്ക് കുട്ടികൾക്ക് ബിരിയാണി. ഇതൊക്കെ പറയുമ്പോൾ ചില അധ്യാപകര് മന്ത്രിയോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഇത് കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് പലപ്പോഴും. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ സാർ കുഞ്ഞായിരുന്നപ്പോ സാറിന് എന്താവണോന്നായിരുന്നു അംബീഷൻ? ഇപ്പൊ മന്ത്രി ആവണോന്നായിരുന്നോ അതോ വേറെ പാഷനിലായിരുന്നോ സാറിന് താല്പര്യം? സാർ കുഞ്ഞായിരുന്നപ്പോ സാറിന് എന്താവണോന്നായിരുന്നു അംബീഷൻ? ഇപ്പൊ മന്ത്രി ആവണോന്നായിരുന്നോ അതോ വേറെ പാഷനിലായിരുന്നോ സാറിന് താല്പര്യം? അങ്ങനെ പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ലായിരുന്നു. ഇവിടെ ഇരിക്കുന്നതിൽ മന്ത്രി ആവണോ താല്പര്യമുള്ള എത്ര വരുന്നു കൈവക്കി? ആരുമില്ലേ? ആർക്കും മന്ത്രിയാവണ്ടേ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.